പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ എല്ലാവരും കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള ഇലഞ്ഞിത്തള മേളത്തിന്റെ ആവേശത്തിലായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ലോകത്തിലെ തന്നെ പ്രസിദ്ധമായ ഏറ്റവും വലിയ ഒരു ഓപ്പൺ ഓർക്കസ്ട്ര അത് അവസാനിച്ചിരിക്കുന്നു. മറ്റു വാദ്യമേളങ്ങൾ പോലെയല്ല, യാതൊരു പ്രാക്ടീസും ഇല്ലാതെ പല ദിക്കിൽ നിന്നും വന്ന ആളുകൾ ഒരേ താളം പിടിക്കുമ്പോൾ പല ദേശത്തു നിന്നും ഒഴുകിയെത്തിയ ജനസാഗരം ആ വാദ്യമേളങ്ങളിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. ഇലഞ്ഞിത്തളം മേളം അവസാനിക്കുമ്പോൾ ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, ഉറ്റുനോക്കുന്നത് ഇനിയുള്ള വർണ്ണാഭമായ ഒരു കാഴ്ചയിലേക്കാണ്, കുടമാറ്റത്തിലേക്കാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് തത്സമയം ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. എന്തായാലും ന്യൂസ് മലയാളത്തിന്റെ വലിയൊരു സംഘം തന്നെ ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ ഇതിനോടകം പല ഭാഗത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. സമഗ്രമായ റിപ്പോർട്ട് നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മളൊപ്പം സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, ഈ വലിയൊരു ആവേശം അത് ഇപ്പോൾ ആ ഇലഞ്ഞിത്തളം മേളത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ കുടമാറ്റത്തിലേക്കാണ്. വിശദാംശങ്ങൾ പറയൂ. എല്ലാവരും കാത്തിരുന്ന, അല്ലെങ്കിൽ ആകാംക്ഷയോട് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ ഇലഞ്ഞിത്തള മേളം അവസാനിച്ചിരിക്കുകയാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ കുടമാറ്റ കാഴ്ചയിലേക്കാണ്, വർണ്ണാഭമായ ആ കാഴ്ചയിലേക്കാണ്. അവിടെ ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പ്രായഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ആ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. ചൂട് പോലും വകവയ്ക്കാതെയാണ് ഇത്രയും ആളുകൾ അവിടെ തടിച്ചുകൂടുന്നത്. നമ്മോടൊപ്പം റഹീം കൂടി ചേർന്നുണ്ട്. റഹീം, ഇപ്പോൾ ഇലഞ്ഞിത്തള മേളം അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുടമാറ്റത്തിലേക്കുള്ള ഒരു കാഴ്ചയിലേക്കാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ എപ്പോഴാണ് അത് തുടങ്ങുന്നത്? അഞ്ജലി, ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നമുക്കറിയാം, ഇതുമായി, അതായത് ഈ അപകടത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും വലിയ രീതിയിൽ തന്നെ ആളുകൾ ഈ കുടമാറ്റം കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ആളുകൾ ആ ഒരു കുടമാറ്റം കാണാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. സാധാരണഗതിയിൽ പറമേക്കാവും അതോടൊപ്പം തന്നെ തിരുവമ്പാടിയും തങ്ങളുടെ എല്ലാവിധമായ കഴിവുകളും, അല്ലെങ്കിൽ അവരുടെ അടുത്തുണ്ടാകുന്ന അവർ മാറ്റുന്ന കുടകളൊക്കെ വലിയ രീതിയിൽ തന്നെയുള്ള അതിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചത്, അല്ലെങ്കിൽ ആ കുടകളിലൊക്കെ എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷകളുണ്ട്. പക്ഷെ ഇത്തവണ അതിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ കുടകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. നേരത്തെ അന്ന് കളക്ടറേറ്റിലടക്കം നടന്ന ചർച്ചയിൽ തീരുമാനിച്ചത് ഏകദേശം 15 മിനിറ്റോളം കുടമാറ്റം നടത്തുക എന്നുള്ളതായിരുന്നു. ആ ഒരു തീരുമാനത്തിലേക്കായിരുന്നു വന്നിരുന്നത്. ഏതായാലും എത്രത്തോളം കുടകൾ ഉണ്ടാകും, എങ്ങനെയായിരിക്കും ഈ കുടമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എന്നറിയാനാണ് ഇത്തരത്തിൽ ആളുകളടക്കം തടിച്ചുകൂടി നിൽക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ആ പൂരം എപ്പോഴും ഈ പറയുന്നത് പോലെ തൃശ്ശൂർക്കാർക്ക് വല്ലാതൊരു ലഹരിയാണ്. അവരുടെ ഈ പറയുന്നത് പോലെ മണിക്കൂറുകൾ നമുക്കിനിയും അതിന്റെ സമഗ്രമായ റിപ്പോർട്ടുകൾ കാണാനുണ്ട്. ഇനി കുടമാറ്റത്തിനായുള്ള കാത്തിരിപ്പാണ്. റഹീം, നമുക്ക് ആ വാർത്തയിലേക്കൊക്കെ വരാം. പക്ഷെ അതിന് മുൻപ് നമുക്ക് മറ്റൊരു വാർത്ത കൂടി, ഒരു പ്രധാന വാർത്ത